അപ്പൊ നമുക്ക് ഒന്നാമത്തെ എക്സസൈസ് നമുക്ക് നോക്കാം. കൺവേർട്ട് ദീസ് ഫ്രാക്ഷൻസ് ടു പെർസെന്റേജസ്. അല്ല, ഒന്നാമത്തെ കണക്കാണ് 3/20. എന്താ ഇതിന്റെ അർത്ഥം? അപ്പൊ നമുക്ക് ഈ കണക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ഔട്ട് ഓഫ് 20 = 3. അപ്പൊ നമ്മൾ ഒരാളുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഔട്ട് ഓഫ് 1 = 3/20. ഔട്ട് ഓഫ് 100 = 3/20 into 100. That's equal to 20 ചെയ്ത് വെച്ച് കിട്ടുമ്പോൾ എത്ര എണ്ണമായി? എത്ര 20 ഉണ്ട്? 5. 5 into 3 15. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെടുക്കുക? ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താ? കൺവേർട്ട് ദീസ് ഫ്രാക്ഷൻസ് ടു പെർസെന്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 എത്രയാണ്? 15%. എന്നിട്ട് 2 ലൈൻ ഇട്ട് കൊടുക്കുക. അടുത്തൊരു കണക്കിൽ നമ്മൾ നേരത്തെ കണ്ട കേക്ക് എടുത്ത് വെക്കുകയാണ്. ശരിയല്ലേ? കേക്കിന്റെ 2 പീസ്. ഇതിൽ 50 ജെംസ്, അപ്പുറത്തെ പീസിൽ എത്രയാണ്? 50 പീസ്. ഇതിലും 50 ജെംസ് ഉണ്ട്, ഇതിലും 50 ജെംസ് ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ ആയപ്പോ എത്രയായി? 100. ഇനി നമുക്ക് വേറെ രീതി നോക്കാം. ഇനി നമ്മൾ 4 വെച്ചു. ഇവിടെ 25 ജെംസ്, ഇവിടെ 25, ഇവിടെ 25, ഇവിടെ 25. അപ്പൊ എത്രയായി? 1 into 25 25. 2 into 25 50. 2 into 25 50. 3 into 25 75. 4 into 25 100. എന്ന് പറഞ്ഞാൽ മൊത്തം കൂടെ എത്ര എണ്ണമായി? 25 25 50. 50 25 75. 75 25 100. 1 into 25 25. 2 into 25 നമ്മൾ കണ്ടു 50. 3 into 25 നമ്മൾ കണ്ടു 75. 4 into 25 എത്രയാണ്? 100 ജെംസ് മിഠായി. ശരിയല്ലേ? ഇനി വേറെ നമ്മുടെ 1 into 50 = 50. 2 into 50 നമ്മൾ പറഞ്ഞു 100 ജെംസ് മിഠായി. ശരിയല്ലയോ? അതങ്ങനെ ഒന്നുണ്ട്. രണ്ടാമത്തെ കണക്ക് നോക്കാം. കൺവേർട്ട് ദീസ് ഫ്രാക്ഷൻസ് ടു പെർസെന്റേജസ്. എന്തുവാണ് ഇവിടെ വന്നേക്കുന്നത്? 7/25. എന്താ ഇതിന്റെ അർത്ഥം? 25 പേരുടെ കയ്യില് ഔട്ട് ഓഫ് 25 = 7. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ എത്രയാണ്? ഔട്ട് ഓഫ് 1 = 7 ഡിവൈഡഡ് ബൈ 25. അങ്ങനെയാണെങ്കിൽ 100 പേരുടെ കയ്യിൽ എത്ര ആയിരിക്കും? ഔട്ട് ഓഫ് 100. ഒരാളുടെ കയ്യിൽ എത്രയാണ്? ഇത്രയും. ഒരാളുടെ കയ്യിൽ എത്രയാണോ ഇൻറ്റു 100. 25 വെച്ച് കിട്ടുമ്പോൾ എത്രയായി? 25 into 4 100. 4 into 20 4 into 7 എത്രയാണ്? 28%. അടുത്ത ഒരു കണക്ക് 16/50. എന്താ ഇതിന്റെ അർത്ഥം? ഔട്ട് ഓഫ് 50 = 16 എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 1 എത്ര ആയിരിക്കും? ഒരാളുടെ കയ്യിൽ എത്ര ആയിരിക്കും? 16 ഡിവൈഡഡ് ബൈ 50. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഔട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെന്റേജ്. നമുക്ക് പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 16/50. ഒരാളുടെ കയ്യിൽ ഇത്ര ഇൻറ്റു 100. 50 എത്ര തവണയാണ്? 2 തവണ. 16 into 2 ആയപ്പോൾ എത്രയായി? 16 into 2 എത്ര വന്നു? 6 into 2 12. 1 32. 2 + 1 32. ഇപ്പൊ എന്താണ്? നമ്മൾ ഔട്ട് ഓഫ് 100 ആണ്. 32%. ഓക്കെ. അടുത്തൊരു കണക്ക് 28/50 എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് 50 എത്രയാണ്? 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 1 എത്ര ആയിരിക്കും? 28/50. ഇത് നോക്കി, ഇതാണ്ട് ഔട്ട് ഓഫ് 1 28/50. അത് തന്നെയല്ലേ? ഇത് രണ്ട് സെയിം അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്?
ഔട്ട് ഓഫ് 100 is equal to 28/50 into 100. എത്ര തവണയാണ് 50? 2 times. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 28 into 2. 8 into 2 എത്രയാണ്? 16. 1. 2 into 2. 4 plus 1. 56%. അപ്പോൾ നമ്മൾ ഈ ഔട്ട് ഓഫ് 1 കണ്ടത് തന്നെയാണ് ഈ ഫ്രാക്ഷനായിട്ട് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഇത്ര നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാൻ വേണമെങ്കിൽ. അടുത്തൊരു കണക്ക് നോക്കുക. 3/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് 5 3, ഔട്ട് ഓഫ് 1 3/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടുവാണെങ്കിൽ ഔട്ട് ഓഫ് 100 is equal to 3/5 into 100. ഇപ്പോൾ 5നെ വെച്ച് നമുക്ക് 10നെ വെച്ച് വെട്ടിയാൽ എത്ര കിട്ടി? 5 into 2 ആണ് 10. അപ്പോൾ 2 ഈ 0 എടുത്ത് മുകളിലോട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് 20 into 3 എന്ന് കിട്ടി. എത്രയാണ് 20 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. ഇവിടെ 0 0 ഇവിടെ 6. ഇപ്പം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 60 എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് 100 60 എന്ന് പറഞ്ഞാൽ 60%. ഇത് നമ്മൾ മനസ്സിൽ തന്നെ ചെയ്തു. ഔട്ട് ഓഫ് 5 3, ഔട്ട് ഓഫ് 1 3/5, ഔട്ട് ഓഫ് 100 ഒരാളുടെ കയ്യിൽ എത്രയാണ്? ഇൻറ്റു 100. അടുത്ത കൺവേർട്ട് ദീസ് പെർസെൻറ്റേജസ് ടു ഫ്രാക്ഷൻസ്. ഇനി നമുക്ക് ഫ്രാക്ഷൻസ് ആക്കി എഴുതണം എന്ന് പറഞ്ഞാൽ അതിനെന്ത് കാണും? ഫ്രാക്ഷൻസിനാവുമ്പം ഒരു ന്യൂമറേറ്ററും കാണും ഡിനോമിനേറ്ററും കാണും. എത്രയാണ്? ഒന്നാമത്തെ നമ്മളെടുത്തു 35% എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഔട്ട് ഓഫ് 100 ആണ് 35 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി എങ്ങനെ എഴുതി കൊടുക്കാം? 35/100. ശരിയാണോ? ഇനി നമുക്ക് 5 വെച്ച് വെട്ടി നോക്കാം. എത്രയാണ് 5ന്റെ ടേബിള്? 7 times. ശരിയല്ലേ? ഇതാണെങ്കിലോ ഇത് നമ്മൾ 2 ഇവിടെ 0 20 is equal to 7/20 എന്ന് നമ്മൾ എഴുതി കൊടുത്തു. ഇതിനൊരു ന്യൂമറേറ്റർ ഉണ്ട് ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കി എഴുതുന്നത്? 35% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 35, ഔട്ട് ഓഫ് 100 35. അതിനെ നമ്മൾ 5 വെച്ച് വെട്ടി 7/20 എന്ന് എഴുതി. ഇനി ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. അടുത്ത വേറൊരു കണക്ക് 7%. ഇതിനെ ഫ്രാക്ഷൻ ആക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? 7% എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതാം? 7/100. ഇതിനെ നമുക്ക് വെട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പം 7% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ എന്തോ കിട്ടി? 7/100. ഇതിന്റെ അർത്ഥം എന്താണ്? ഔട്ട് ഓഫ് 100 7. അപ്പം 7% എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ നമ്മൾ എന്തെഴുതി? 7/100. അടുത്ത പറഞ്ഞാൽ 15%. 15% എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എങ്ങനെ എഴുതാം? 15/100. ശരിയാണോ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതിയിരിക്കുകയാണ്. ഫ്രാക്ഷൻ ആക്കി നമ്മൾ എന്ത് എഴുതി? 15/100. അവിടെ 5ന്റെ ടേബിൾ അറിയാമോ നമുക്ക്? നോക്കിയേ. 15 5 into 3 is 15. അപ്പോൾ ഇത് വെച്ച് നമ്മളിവിടെ വെട്ടി 3. ഇവിടെ എത്രയാണ്? 2 times. ശരിയല്ലേ? ഇവിടെ എന്നിട്ട് 0 നമ്മൾ താഴേക്ക് എടുത്ത് എഴുതി. എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 3/20. കണ്ടോ? ഈ പെർസെൻറ്റേജിനെ, ഈ 15 എന്ന് പറയുന്ന പെർസെൻറ്റേജിനെ നമ്മൾ എന്തോ ആക്കി മാറ്റി? 3/20 ഫ്രാക്ഷനാക്കി മാറ്റി. അപ്പോൾ നമ്മൾ വീണ്ടും ആ കേക്ക് എടുത്തിരിക്കുകയാണ്. ഓരോന്നിലും എത്രയാണ്? 25 ജെംസ് മിഠായി വെച്ച്. കണ്ടോ? ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ എത്രയായി? 50. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നപ്പോൾ എത്രയായി? 50. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നപ്പോൾ എത്രയായി? 50. എന്ന് പറഞ്ഞാൽ കേക്ക് രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞപ്പോൾ എത്ര വന്നു? 50% വെച്ചിട്ട്. മനസ്സിലായോ? അപ്പോൾ 1/2. എന്താണ്? 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ 2 പേർക്കും പകുതി വെച്ച്, ഹാഫ് വെച്ച്. അതാണ് 50%. വീണ്ടും നമ്മളിത് 25 ആക്കി വെച്ചിരിക്കുകയാണ്. നോക്കിക്കോണം. അപ്പം ഇതിലെ ഒരു പീസ് ഒരാൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ടുപോയി? 25 കൊണ്ടുപോയി. അടുത്ത 25 വേറൊരാൾ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എത്രയായി? 50. അടുത്ത 25 വീണ്ടും എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ എത്രയായി? 75. എന്ന് പറഞ്ഞാൽ 75% കൊണ്ടുപോയി, ബാക്കി 25%. എന്ന് പറഞ്ഞാൽ 4/3 1 2 3
4, ഇതിൻ്റെ അകത്ത് 3, ഇതിൻ്റെ അകത്ത് 4. അപ്പൊ 4ൽ 3 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 75%. അത് നമ്മളിപ്പോൾ കാണും. ഓക്കെ, ഇനി അടുത്ത ഒരു പെർസെൻറ്റേജിനെ നമ്മൾ വീണ്ടും ഫ്രാക്ഷൻ ആക്കാൻ പോവുകയാണ്. എന്താണ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പോവുകയാണ്? 50%നെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പോവുകയാണ്. ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പോവുകയാണ്. 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഔട്ട് ഓഫ് 100 50. ന്യൂമറേറ്റർ 15, ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കും പെർസെൻറ്റേജിൽ? 100. മനസ്സിലായോ? അപ്പോൾ 50/100 നമുക്കറിയാം എത്ര തവണയാണ്? 50 × 1 = 50. 50 × 2 = 100. അപ്പോൾ 50 നമ്മൾ വെട്ടുന്ന എത്ര വെച്ചിട്ടാണ്? 2. ഇവിടെ 1 ടൈം, ഇവിടെ 2. 1/2. എത്ര കിട്ടി? 1/2. കേക്കിന്റെ പകുതിയായോ? 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കിന്റെ പകുതി 1/2. ഫ്രാക്ഷൻ ആക്കി കിട്ടിയോ? ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറഞ്ഞ കണക്കാണ് 75%. അപ്പൊ ഇത് ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ എന്തോ എഴുതണ്ടേ? ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ നമ്മൾ എഴുതും 75/100. ശരിയാണോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് 100 75. ഇനി നമ്മൾ 25ന്റെ ടേബിൾ എഴുതിക്കേ. 25 × 1 അല്ലെങ്കിൽ 1 × 25 = 25. 2 × 25 = 50. 3 × 25 = 75. കണ്ടോ? 75. അടുത്ത 4 × 25 = 100. നമ്മൾ കണ്ടില്ലായിരുന്നോ? 25 ജെയിംസ് മിഠായി, അടുത്ത 25 25, അടുത്ത 25, അടുത്ത 25. കേക്കിന് 4 പീസായിട്ട് മുറിച്ചപ്പം 4 25 വെച്ചിട്ടുള്ള ജെയിംസ് മിഠായിയുടെ പീസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇവ വെച്ച് ഇതാക്കിക്കേ, നോക്കിക്കേ. 3 × 25 = അപ്പോൾ ഇത് നമുക്ക് 25 വെച്ച് വെട്ടാം. എത്ര വന്നു? 3 ടൈംസ്. ഇതോ 4 ടൈംസ്. എന്തോ എഴുതി? 3/4. കേക്കിന്റെ 4ൽ 3 ഭാഗമാണ് എന്ത്? 75% എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഫ്രാക്ഷൻ. ഇന്നൊരു ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75%. 1/2 എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ്? 75%. ശരിയല്ലേ? അത് നമുക്ക് എഴുതി നോക്കാം. 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയെന്ന് പറഞ്ഞു? 75%. കേക്കിന്റെ ഫുൾ ജേംസും കിട്ടുമായിരുന്നെങ്കിലോ നമ്മൾ എന്തോ എഴുതിയേനെ? 4/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/4 1 എന്ന് പറഞ്ഞാൽ 100% ആണ്. ശരിയല്ലേ? ആ കേക്ക് ഫുള്ള് നമുക്ക് കിട്ടിയേനെ. 4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100%. ഇനി അടുത്ത എന്താണ്? 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? കേക്കിന്റെ പകുതി എത്രയാണ്? 50%. കേക്കിനെ നമ്മൾ 4ആയിട്ട് മുറിച്ചു. 4ആയിട്ട് മുറിച്ചിട്ട് ഓരോ പീസിനും എത്രയാണ്? 1/4. ഓരോ പീസിലും എത്ര ജെംസ് മിഠായി ഉണ്ടായിരുന്നു? 25%. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25%. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50%. 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75%. ആ കേക്ക് ഫുള്ള് 4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100%.